ആദ്യം എന്ത് നോക്കണം? എച്ച് പിയുടെ ചാർജബിലിറ്റി. എച്ച് പിയിൽ ചാർജിങ് അല്ലെങ്കിൽ എച്ച് പി ഇൻകം അണ്ടർ സെറ്റ് എച്ച് പിയിൽ വരണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം? രണ്ട് കാര്യങ്ങൾ. എന്തൊക്കെ വേണം? ഫസ്റ്റ്, ഹൗസ് പ്രോപ്പർട്ടി ഉണ്ടായിരിക്കണം, ഓണർ ആയിരിക്കണം. അല്ലെ, നമ്മളതിൻ്റെ ഓണർ ആയിരിക്കും. ഹൗസ് പ്രോപ്പർട്ടി ഉണ്ടായിരിക്കണം, നമ്മളതിൻ്റെ ഓണർ ആയിരിക്കും. ഓക്കെ, ഓണർ അല്ലെങ്കിലോ എവിടെ പോകും? PGVP IFOS. നമുക്ക് ബിസിനസ് ആണെങ്കിൽ PGVP, ബിസിനസ് അല്ലെങ്കിൽ IFOS. HP അല്ലെങ്കിൽ എവിടെ പോകും? IFOS പോകും. PGVP IFOS പോകും. ഓക്കെ, പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു? വേക്കൻ ലാൻഡ് ആണെങ്കിൽ എവിടെ പോയി? IFOS പോയി. പിന്നെ അണ്ടർ കൺസ്ട്രക്ഷൻ പ്രോപ്പർട്ടി ആണെങ്കിൽ IFOS പോയി. ഓക്കെ, നമ്മൾ ആരായിരിക്കണം? ഓണർ ആയിരിക്കണം. ഓണർഷിപ്പിനകത്ത് എന്ത് ഇൻക്ലൂഡ് ആവും? ഡീംഡ് ഓണർഷിപ്പും ഇൻക്ലൂഡ് ആവും. അല്ലെ, നമ്മൾ അവസാനം 27 കുറച്ചധികം കാര്യങ്ങൾ പഠിച്ചായിരുന്നു. ഡീം ഓണർഷിപ്പ്. സോ ഇതെല്ലാം ഇൻക്ലൂഡ് ആവും. സോ ഇതും എന്താ ട്രീറ്റ് ചെയ്യും? ഓണറായിട്ട് ട്രീറ്റ് ചെയ്യും. ഓക്കെ, പിന്നെ എന്ത് വിളിച്ചു? നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടി ഉണ്ടാവും. ഏതൊക്കെയാ? ലെറ്റ് ഔട്ട് ഉണ്ടാവും, സെൽഫ് എക്യുപ്ഡ് ഉണ്ടാവും. എന്താ ലെറ്റ് ഔട്ട്? നമ്മൾ മറ്റൊരാൾക്ക് റെന്റിന് കൊടുത്തു. ഓക്കെ, അതാണ് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി. സോ ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ആണെങ്കിൽ നമുക്ക് എന്തൊക്കെ ക്ലെയിം ചെയ്യാം? ഓൾവേസ് ടാക്സബിൾ ആണ് ഒരു കാര്യം. പിന്നെ എല്ലാ എക്സ്പെൻസും ക്ലെയിം ചെയ്യാം. മീൻസ് ഇൻട്രസ്റ്റ് മാത്രം നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. മറ്റൊരു എക്സ്പെൻസ് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. അത് ഓർത്തോളൂ. നമ്മൾ ഇൻകം അണ്ടർ ദി ഹെഡ് എച്ച് പിയിലാണ് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മേ ബി ക്വസ്റ്റ്യനിൽ റിപ്പേഴ്സ് തരാം, മെയിൻ്റെനൻസ് തരാം, ഇൻട്രസ്റ്റ് എക്സ്പെൻസ് തരാം. പക്ഷെ നമുക്ക് ഏത് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ? ഇൻട്രസ്റ്റ് എക്സ്പെൻസ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. വേറെ റിപ്പേഴ്സോ മെയിൻ്റെനൻസോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. ഓക്കെ, എച്ച് പിയിൽ നമുക്ക് രണ്ടേ ഡിഡക്ഷനേ ഉള്ളൂ. ഏതാ? 24A 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, 24B ഇൻട്രസ്റ്റ്. അത് LOP ആണല്ലോ. ഇൻട്രസ്റ്റ് എന്തോരം കിട്ടും? ഫുൾ എമൗണ്ട് കിട്ടും, ഒരു റെസ്ട്രിക്ഷനും ഇല്ല. അത് OTR ആണെങ്കിലും ഫുള്ള് കിട്ടും, DTR ആണെങ്കിലും ഫുള്ള് കിട്ടും. ഓക്കെ, ഇനി നിങ്ങളുടെ സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ എന്തൊക്കെ നോക്കണം? നിങ്ങൾക്ക് എത്ര പ്രോപ്പർട്ടി ഉണ്ടെന്ന് വേണം ആദ്യം നോക്കാൻ. സെൽഫ് ഓക്യുപ്പൈഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെയാണ് പ്രോപ്പർട്ടി ഉപയോഗിക്കുന്നത്. നിങ്ങളോ നിങ്ങളുടെ റിലേറ്റീവ്സോ നിങ്ങളുടെ പേരൻസോ ഒക്കെയാണ് പ്രോപ്പർട്ടി ഉപയോഗിക്കുന്നത്. സോ അത് നിങ്ങളുടെ ഓൺ പ്രോപ്പർട്ടിയാണ്. നിങ്ങൾ മറ്റൊരാൾക്ക് വാടകയ്ക്ക് കൊടുത്തിട്ടില്ല. സോ അപ്പോൾ ആദ്യം എന്ത് നോക്കണം? എത്ര പ്രോപ്പർട്ടി ഉണ്ടെന്ന് നോക്കണം. എത്ര പ്രോപ്പർട്ടി നമുക്ക് സെൽഫ് ഓക്യുപ്പൈഡ് ആയിട്ട് വെക്കാൻ പറ്റുള്ളൂ? മാക്സിമം 2. സോ രണ്ടിലധികം ഉണ്ടെങ്കിൽ അത് എന്തായിട്ട് മാറും? നിങ്ങൾക്കൊരു മൂന്നാമത്തെ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടി എന്തായിട്ട് മാറി? ഡീംഡ് ലെറ്റ് ഔട്ട് ആക്കി മാറ്റി. ഓക്കെ, സോ നോർമലി സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി ആണെങ്കിൽ എന്താ അതിന്റെ പ്രത്യേകത? അതിന്റെ NAV 0 ആയിരിക്കും. അതതിന് ഇൻകം ഉണ്ടാവില്ല, പകരം എന്തുണ്ടാവും? എക്സ്പെൻസ് ഉണ്ടാവും. അല്ലേ, ഏത് എക്സ്പെൻസ് വരാം? ഇൻട്രസ്റ്റ്. നമുക്ക് ആകെ രണ്ട് എക്സ്പെൻസ് അല്ലേ ഉള്ളൂ, 24A 24B. സോ ഇതിൽ എന്തായാലും ഏതാ വരിക? 80% ഓഫ് NAV. സോ NAV 0 ആകുമ്പോൾ ഇതും എന്തായി മാറും? 0 ആണ്. സോ ഡിഡക്ഷൻ ഒന്നും ഇല്ല. പിന്നെ എവിടെ മാത്രമേ ഉള്ളൂ? ആകെ ഇൻട്രസ്റ്റ് എക്സ്പെൻസ് മാത്രമേ കിട്ടുള്ളൂ. ഓക്കെ, സോ സെൽഫ് ഓക്യുപ്പൈഡ് ആണെങ്കിൽ NAV 0 ആണ്. അതിനാകെ എന്ത് മാത്രമേ കിട്ടുള്ളൂ? ഇൻട്രസ്റ്റ് എക്സ്പെൻസ് മാത്രമേ കിട്ടുള്ളൂ. ഓക്കെ, ഇനി രണ്ടിൽ കൂടുതൽ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ എന്തായി മാറും? മൂന്നാമത്തെ പ്രോപ്പർട്ടി തൊട്ട് ഡീംഡ് ലെറ്റ് ഔട്ട് ആക്കി മാറും. ഓക്കെ, സോ നമുക്ക് ഒരു 3 പ്രോപ്പർട്ടി ഉണ്ട്. ഏത് 2 പ്രോപ്പർട്ടി സെൽഫ് ഓക്യുപ്പൈഡ് ആക്കാം, ഏത് പ്രോപ്പർട്ടി ഡീംഡ് ലെറ്റ് ഔട്ട് ആക്കണം? അത് നമുക്ക് ഇഷ്ടമാണ്. അത് നമ്മുടെ ഇഷ്ടം. നമുക്ക് ഏത് പ്രോപ്പർട്ടി വേണേലും സെൽഫ് ഓക്യുപ്പൈഡ് ആക്കാം, ഏത് പ്രോപ്പർട്ടി വേണേലും ഡീംഡ് ലെറ്റ് ഔട്ട് ആക്കാം. സോ നമ്മൾ എന്ത് കമ്പ്യൂട്ട് ചെയ്യണം? എല്ലാം ലെറ്റ് ഔട്ട് ആണെങ്കിൽ എന്ത് ഇൻകം, എല്ലാം സെൽഫ് ഓക്യുപ്പൈഡ് ആണെങ്കിൽ എന്ത് ഇൻകം. സോ അത് കമ്പ്യൂട്ട് ചെയ്തിട്ട് ഓരോ പെർമ്യൂട്ടേഷനും കോമ്പിനേഷനും മാറ്റി ട്രൈ ചെയ്തിട്ട് നമുക്ക് എന്ത് തീരുമാനിക്കാൻ പറ്റുള്ളൂ? എവിടെയാണ് നമുക്ക് ഏറ്റവും മോസ്റ്റ് ബെനിഫിഷ്യൽ തീരുമാനിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഏത് സെൽഫ് ഓക്യുപ്പൈഡ് ആക്കണം, ഏത് ലെറ്റ് ഔട്ട് ആക്കണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ്. അതിന് അവർക്ക് റൂളൊന്നുമില്ല. ഓക്കെ, 3 പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഓൺ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോപ്പർട്ടി സെൽഫ് ഓക്യുപ്പൈഡ് ആക്കാം, ഇഷ്ടമുള്ളത് ലെറ്റ് ഔട്ട് ആക്കാം. ഓക്കെ, ഇനി ഡീം ലെറ്റ് ഔട്ട് ആണെങ്കിൽ അതിന്റെ GAV എന്തായിരിക്കും? എക്സ്പെക്റ്റഡ് റെന്റ് ആയിരിക്കും. എന്തുകൊണ്ടാ? അതിനെന്തില്ല? ആക്ച്വൽ റെന്റ് ഇല്ല. എപ്പോഴും ആക്ച്വൽ റെന്റ് വരുള്ളൂ? നമ്മൾ വാടകയ്ക്ക് കൊടുത്താലേ ആക്ച്വൽ റെന്റ് വരുള്ളൂ. അല്ലേ, സോ ഇത് സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടിയാണ്, നമ്മൾ വാടകയ്ക്ക് കൊടുത്തിട്ടില്ല. സോ നമുക്ക് എന്ത് വരില്ല? ആക്ച്വൽ റെന്റ് വരില്ല. ഓക്കെ, ഇനി സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടിയാണ്, നമ്മൾ നമ്മുടെ ബിസിനസിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. എവിടെ പോകും? PGVP പോകും. ഓക്കെ, സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടിയാണ്, നമ്മൾ നമ്മുടെ ബിസിനസിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്, PGVP പോകും. ഓക്കെ, ഇനി നമുക്ക് കിട്ടാവുന്ന ഡിഡക്ഷൻസ് നമ്മൾ പറഞ്ഞു. LOP ആണെങ്കിൽ 24A 30% കിട്ടും, പ്ലസ് 24B ഫുൾ ഇൻട്രസ്റ്റ് കിട്ടും, ഒരു റെസ്ട്രിക്ഷനും ഇല്ല. OTR ആണെങ്കിലും കിട്ടും, DTR ആണെങ്കിലും കിട്ടും. ഇനി സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി ആണല്ലോ, OTR ആണെങ്കിൽ ഇൻട്രസ്റ്റ് കിട്ടും. എത്ര എമൗണ്ട് വരെ കിട്ടും? 2 lakh മാത്രമാണ് ലിമിറ്റ്. 2 lakh or 30,000. 2 ലിമിറ്റും പഠിക്കണം. നിങ്ങൾ ആ ഡേറ്റും കാര്യങ്ങളൊന്നും പഠിക്കണ്ട, പക്ഷേ 2 ലിമിറ്റും പഠിക്കണം. എന്തിനാ 2 lakh? കൺസ്ട്രക്ഷൻ ഓർ അക്വിസിഷന് വേണ്ടിയാണെങ്കിൽ 2 lakh. പിന്നെ റിപ്പയർസ് ആൻഡ് മെയിൻ്റെനൻസിന് വേണ്ടിയാണെങ്കിൽ 30,000. ഓക്കെ, ആർക്കേ കിട്ടുള്ളൂ? ഓപ്ഷണൽ ചൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടുള്ളൂ. ഡിഫോൾട്ട് ചൂസ് ചെയ്താലോ ഒന്നും കിട്ടില്ല. ഓക്കെ, ഇനി ഏതാണ്? ആ, ഏത്? ഈ 30,000 നോക്കണ്ട. ഈ 2 lakh ഈ 30,000 ഇമ്പോർട്ടൻസ് ഉള്ളൂ. ഈ 30,000 എപ്പോഴേ വരുള്ളൂ? നിങ്ങൾ ലോൺ എടുത്ത് 1999 മുമ്പ്, കൺസ്ട്രക്ഷൻ 5 വർഷത്തിനുള്ളിൽ കംപ്ലീറ്റ് ആയില്ല, എന്നാലേ ഈ 30,000 വരുള്ളൂ. നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ അങ്ങനെ ഇമ്പോർട്ടൻ്റ് അല്ല. എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഈ 30,000 വരുള്ളൂ. ഈ ഹൈലൈറ്റ് ചെയ്യുന്ന 30,000 വരുള്ളൂ. റിപ്പയർസ്, റിന്യൂവൽ, റീകൺസ്ട്രക്ഷൻ ആ 30,000 വരുള്ളൂ. ഓക്കെ, ഇനി പിന്നെ എന്താ ഉണ്ടായിരുന്നേ? നമ്മുടെ ഇൻട്രസ്റ്റ്. നമുക്ക് ഏതൊക്കെ ഇൻട്രസ്റ്റ് ക്ലെയിം ചെയ്യാം?
കറണ്ട് ഇയർ ഇൻട്രസ്റ്റ് ക്ലെയിം ചെയ്യുക, പ്രീ കൺസെഷൻ പീരീഡ് ക്ലെയിം ചെയ്യുക. എന്തായിരുന്നു പ്രീ കൺസെഷൻ പീരീഡ്? എന്നോട്ടെന്ന് വരിക? ലോൺ എടുക്കുന്നോടം തൊട്ട്. അതൊരു കാര്യം ഓർക്കുള്ളൂ, ലോൺ എടുക്കുന്നോടം തൊട്ടാണ്. നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നോടം തൊട്ടല്ല. നമ്മൾ അക്കൗണ്ട്സിൽ ബോറോയിങ് കോസ്റ്റ് പഠിക്കുന്നില്ലേ? ബോറോയിങ് കോസ്റ്റ് പഠിക്കുമ്പോൾ നമുക്ക് എപ്പോഴാണ് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റുള്ളൂ? അവിടെ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ഉണ്ടായിരുന്നോ? ഏതൊക്കെയായിരുന്നു? കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ആവണം, ലോൺ എടുക്കണം, എക്സ്പെൻസ് ഇൻകർ ആവണം. സോ ഈ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ഉണ്ട്. ഇവിടെ അതുണ്ടോ? ഇല്ല. ഇവിടെ നിങ്ങൾ എന്ന് ലോൺ എടുത്തോ അന്ന് തൊട്ട് നിങ്ങൾക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യണം? പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ഓക്കെ. 2 ഇന്ന് വരെ നിങ്ങൾ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പത്തെ ഫിനാൻഷ്യൽ, അത് ഓർത്തോളാം. കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആവുന്ന ഡേറ്റ് അല്ല, അതിന് തൊട്ട് മുമ്പത്തെ PYയുടെ എൻഡ് ആണ് എന്ത്? അതാണ് പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് ലാസ്റ്റ് ഡേറ്റ്. ഓക്കെ. അതായത് നിങ്ങൾ ഇൻ കേസ് 1/5/2025 ലോൺ എടുത്തു, ബിൽഡിങ്ങിന് കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ. 1/3/2026 ബിൽഡിംഗ് കംപ്ലീറ്റ് ആയി. എത്ര വരും പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ്? 1/5/2025 ബിൽഡിംഗ് ലോൺ എടുത്തു, നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. 1/3/2026 ബിൽഡിങ്ങിന്റെ വർക്ക് കംപ്ലീറ്റ് ആയി. എന്നിട്ട് എന്ന് വരും പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ്? 1/5/2025 തൊട്ട് 1/5/2025 തൊട്ട് 31/3/2025 25 വരുള്ളൂ. ഇത് 2020 1/3/2026 അല്ലേ? അതിന് മുമ്പത്തെ ഇയറിന്റെ ഏതാ? 31/3/2025 വരിക. ഈ ഡേറ്റിന് മുമ്പല്ലേ ഈ ഡേറ്റ് അല്ലേ? 1/5 ആദ്യം, 31/3 ആദ്യം? 31/3 ആദ്യം. അപ്പൊ ഇവിടെ എന്തില്ല? പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് ഇല്ല. അതായത് നിങ്ങൾ ലോൺ എടുത്തതും കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയതും സെയിം ഇയറിലാണെങ്കിൽ എന്തില്ല? പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് ഇല്ല. ഓക്കെ. നിങ്ങൾ ലോൺ എടുത്ത വർഷവും കംപ്ലീറ്റ് ആയ വർഷവും സെയിം ഇയറിലാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് വരില്ല? പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് വരില്ല. സോ ആ ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ വർഷത്തെ 24B ക്ലെയിം ചെയ്യാം. ഇവിടെ 1/3 കംപ്ലീറ്റ് ആയില്ലേ? സോ അപ്പോൾ 1/3 HP ആയില്ലേ? 1/3 നിങ്ങൾ ഓണർ അല്ലേ? സോ കറണ്ട് PY അതായത് 25-26 PY നിങ്ങൾക്ക് എന്ത് കാണിക്കാം? ആ HPയിൽ നിന്നുള്ള ഫുൾ ഇൻട്രസ്റ്റ് അവിടുത്തെ എക്സ്പെൻസ് ആയിട്ട് തന്നെ ക്ലെയിം. ലെറ്റ് ഔട്ട് ആണെങ്കിൽ ഫുൾ ക്ലെയിം ചെയ്യാം. സെൽഫ് ഒക്യുപ്പൈഡ് ആണെങ്കിൽ ആ പറഞ്ഞ ലിമിറ്റിന് അനുസരിച്ചുള്ള എമൗണ്ട് ക്ലെയിം ചെയ്യാം. ഓക്കെ. സോ ലോൺ എടുത്തതും കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആവുന്നു സെയിം ഇയർ ആണെങ്കിൽ എന്ത് വരില്ല? പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് വരില്ല. ഇനി ലോൺ എവിടെ നിന്നൊക്കെ വേണമെങ്കിൽ എടുക്കാം. ഇവിടെ അഡീഷണൽ എന്തുണ്ട്? ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഉണ്ട് അല്ലേ? നമ്മൾ ഇതുവരെ പഠിച്ച ലോൺ എല്ലാം എവിടെ നിന്ന് എടുക്കാൻ പാടുള്ളൂ? ബാങ്കോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരുന്നു. ഓക്കെ. ദെൻ പിന്നെന്താ അവസാനം പഠിച്ചത്? കോ ഓൺഡ് പ്രോപ്പർട്ടി. എന്തായിരുന്നു കോ ഓൺഡ് പ്രോപ്പർട്ടി? 2 പേര് ചേർന്ന് അല്ലെങ്കിൽ ഒന്നിലധികം ആൾക്കാർ ഒരു പ്രോപ്പർട്ടിയുടെ ഓണേഴ്സ് ആവുന്നു. സോ ആ കേസിൽ നമ്മൾ എങ്ങനെ വർക്കൗട്ട് ചെയ്യണമെന്ന് പഠിച്ചേ? ലെറ്റ് ഔട്ട് ആണെങ്കിൽ സിംഗിൾ യൂണിറ്റ് ആയിട്ട് വർക്കൗട്ട് ചെയ്യുള്ളൂ. ലെറ്റ് ഔട്ട് ആണെങ്കിൽ കമ്പ്യൂട്ട് ടോട്ടൽ ഇൻകം ഓഫ് എ പ്രോപ്പർട്ടി ആസ് എ 1 യൂണിറ്റ്. സിംഗിൾ യൂണിറ്റ് ആയിട്ട് ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുക. ദെൻ ആ ടോട്ടൽ ഇൻകത്തിന് പ്രൊപ്പോർഷൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ. ആ പ്രോപ്പർട്ടിയുടെ ടോട്ടൽ ഇൻകത്തിന് പ്രൊപ്പോർഷൻ ചെയ്ത് കൊടുക്കുക. ഇനി സെൽഫ് ഒക്യുപ്പൈഡ് ആയിരുന്നെങ്കിലോ സെപ്പറേറ്റ് വർക്ക് ചെയ്യുക. ഇനി പിന്നെ ഒരു കാര്യം കൂടെ പഠിച്ചില്ലായിരുന്നു. ഏതായിരുന്നു? പാർട്ട്ലി ലെറ്റ് ഔട്ടും പാർട്ട്ലി സെൽഫ് ഒക്യുപ്പൈഡ് പ്രോപ്പർട്ടി. ഓക്കെ. അങ്ങനെയാണല്ലോ പ്രൊപ്പോർഷൻ സ്റ്റാർട്ടിംഗ് തൊട്ട് തന്നെ പ്രൊപ്പോർഷനിൽ സ്പ്ലിറ്റ് ചെയ്ത് കൊണ്ടുവരിക. ഓക്കെ. അറ്റ് ദി എൻഡ് വരെ എല്ലാം സ്പ്ലിറ്റ് ചെയ്യുക. ഈവൻ ഇൻട്രസ്റ്റ് അടക്കം സ്പ്ലിറ്റ് ചെയ്യുക. ഏത് മാത്രം സ്പ്ലിറ്റ് ചെയ്യരുത്? ആക്ച്വൽ റെന്റ് മാത്രം സ്പ്ലിറ്റ് ചെയ്യരുത്. നിങ്ങൾ മുനിസിപ്പൽ വാല്യൂ സ്പ്ലിറ്റ് ചെയ്യണം, ഫെയർ റെന്റ് സ്പ്ലിറ്റ് ചെയ്യണം, സ്റ്റാൻഡേർഡ് റെന്റ് സ്പ്ലിറ്റ് ചെയ്യണം. സോ അപ്പോൾ എക്സ്പെക്റ്റഡ് റെന്റും സ്പ്ലിറ്റ് ആയിട്ട് തന്നെയാണ് വരിക. ദെൻ പിന്നെ എന്ത് വരും? ആക്ച്വൽ റെന്റ് കിട്ടും. അത് സ്പ്ലിറ്റ് ചെയ്യരുത്. ഫുൾ ആർക്ക് മാത്രമുള്ള? ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിക്ക് മാത്രമുള്ള. ദെൻ എന്ത് കിട്ടി? GAV എത്തി. സോ GAV എന്ത് കുറയ്ക്കാം? മുനിസിപ്പൽ ടാക്സ്. സോ മുനിസിപ്പൽ ടാക്സ് എന്ത് ചെയ്യണം? അതും സ്പ്ലിറ്റ് ചെയ്യണം അല്ലേ? മുനിസിപ്പൽ ടാക്സും സെൽഫ് ഒക്യുപ്പൈഡ് പോർഷനും ലെറ്റ് ഔട്ട് പോർഷനും കൂടെ കൂട്ടിയുള്ളതാണ്. സോ മുനിസിപ്പൽ ടാക്സും സ്പ്ലിറ്റ് ചെയ്യണം. ദെൻ 30% റിഡക്ഷൻ എടുക്കുക. അറ്റ് ദി എൻഡിൽ ഇൻട്രസ്റ്റും സ്പ്ലിറ്റ് ചെയ്യുക. ഓക്കെ. സോ ഇത്രയായിരുന്നു നമ്മൾ എവിടെ പഠിച്ചത്? HPയിൽ പഠിച്ചത്. ഇനി പിന്നെ നമ്മൾ പഠിച്ചത്? ദെൻ അതിനുശേഷം നമ്മൾ ക്ലബിങ്ങിലേക്ക് പോയി. എന്തായിരുന്നു ക്ലബിങ്? ക്ലബിങ് ചാപ്റ്ററിൽ നമ്മൾ എന്താ പഠിച്ചത്? മറ്റൊരാളുടെ ഇൻകം നമ്മുടെ ഇൻകത്തിന്റെ കൂടെ ആഡ് ചെയ്യും അല്ലെ? മറ്റൊരാളുടെ ഇൻകം നമ്മുടെ ഇൻകത്തിന്റെ കൂടെ ആഡ് ചെയ്യും. അതാണ് ഏത്? ക്ലബിങ്. ഓക്കെ. അതിൽ ഏതൊക്കെ പഠിച്ചു? ഫസ്റ്റ് എന്തായിരുന്നു? ഫസ്റ്റ് ട്രാൻസ്ഫർ ഓഫ് ഇൻകം വിത്തൗട്ട് ട്രാൻസ്ഫർ ഓഫ് അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല, ഇൻകം മാത്രമേ ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ. ആർക്കാണെങ്കിൽ ആർക്ക് വേണേലും ആവാം അല്ലേ? ഇവിടെ സ്പൗസ് എന്ന് പറയുന്നുണ്ടോ? ഇല്ല. നിങ്ങൾ ആർക്ക് കൊടുത്താലും ട്രാൻസ്ഫർ ഓഫ് ഇൻകം വിത്തൗട്ട് ട്രാൻസ്ഫർ ഓഫ് അസറ്റ് മാറ്റുന്നില്ല, ഇൻകം മാത്രമേ മാറ്റുന്നുള്ളൂ. ഈ കേസിൽ ആര് ടാക്സ് അടിക്കണം? ട്രാൻസ്ഫറർ ടാക്സ് അടിക്കണം. ദെൻ റിവോക്കബിൾ ട്രാൻസ്ഫർ ആര് ടാക്സ് അടിക്കണം? ട്രാൻസ്ഫർ ടാക്സ്. ഈ റിവോക്കബിൾ ട്രാൻസ്ഫർ ആർക്കാവാം? ആർക്ക് വേണേലും ആവാം. അവിടെ സ്പൗസ് എന്ന് പറയുന്നുണ്ടോ? ഇല്ല. നമ്മൾ ചില കേസിൽ സ്പെസിഫിക്കലി സ്പൗസ് എന്ന് എടുത്ത് പറഞ്ഞു. സോ അവിടെ സ്പൗസ് മാത്രം വന്നാൽ എന്താവുള്ളൂ? ക്ലബിങ് വരുള്ളൂ. ബാക്കിയുള്ളവർക്കൊന്നും ക്ലബിങ് വരില്ല. സോ ഫസ്റ്റ് കേസിൽ പറഞ്ഞ ഇൻകം വിത്തൗട്ട് അസറ്റ്, ദെൻ റിവോക്കബിൾ ട്രാൻസ്ഫർ ഓഫ് അസറ്റ്,
ഇനി റെമ്യൂണറേഷൻ ടു സ്പൗസ്, നമുക്കോ നമ്മുടെ റിലേറ്റീവിനോ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള കൺസേൺ, അതിൽ നിന്ന് എന്ത് കിട്ടി? സ്പൗസിന് റെമ്യൂണറേഷൻ ആവാം, സാലറി ആവാം, കമ്മീഷൻ ആവാം, എന്ത് വേണമല്ലോ ആവാം. എന്ത് കിട്ടിയാലും ആര് ടാക്സ് അടയ്ക്കണം? നമ്മൾ ടാക്സ് അടയ്ക്കണം അല്ലേ? നമുക്കോ നമ്മുടെ റിലേറ്റീവിനോ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള കമ്പനിയിൽ നിന്ന് ആർക്ക് കിട്ടി? സ്പൗസിന് റെമ്യൂണറേഷൻ കിട്ടി. ആര് ടാക്സ് അടയ്ക്കണം? നമ്മൾ ടാക്സ് അടയ്ക്കണം. പക്ഷെ എപ്പോൾ വേണ്ട? സ്പൗസിന് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ. സ്പൗസിന്റെ ക്വാളിഫിക്കേഷൻ കൊണ്ടാണ് സ്പൗസിന് എമൗണ്ട് കിട്ടുന്നത്. അങ്ങനെയാണല്ലോ ആരടച്ചോളൂ? സ്പൗസ് അടച്ചോളൂ. ഇനി രണ്ടുപേർക്ക് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലോ ആർക്കാണോ ഹയർ ടോട്ടൽ ഇൻകം, ഓക്കെ, രണ്ട് ഹസ്ബൻഡിലും വൈഫിൽ ആർക്കാണോ ഹയർ ടോട്ടൽ ഇൻകം ഉള്ളത് അവരെ ടാക്സ് അടച്ചോളൂ. ഇനി വൺസ് ആ ക്ലബിങ് സ്റ്റാർട്ട് ആയാൽ അത് കണ്ടിന്യൂ ചെയ്ത് പോകും. എവിടം വരെ? അസസിംഗ് ഓഫീസർക്ക് എപ്പോൾ മാറ്റണം തോന്നുന്നു അതുവരെ അത് കണ്ടിന്യൂ ചെയ്ത് പോകും. ഓക്കെ, സോ അതാണ് റെമ്യൂണറേഷൻ്റെ കേസ് പറഞ്ഞത്. പിന്നെ എന്തായിരുന്നു പറഞ്ഞത്? ഇൻകം അറൈസിംഗ് ടു ദി സ്പൗസ് ഓൺ അസറ്റ് ട്രാൻസ്ഫർ. സോ ഇനി പറയുന്നതല്ല, സ്പൗസിന് സ്പെസിഫിക് ആണ്. സോ നിങ്ങളൊരു അസറ്റ് ആർക്ക് കൊടുത്തു? സ്പൗസിന്. എങ്ങനെ കൊടുത്തു? ഫോർ വിത്തൗട്ട് അഡിക്വേറ്റ് കൺസിഡറേഷൻ. വിത്തൗട്ട് അഡിക്വേറ്റ് കൺസിഡറേഷൻ. ഏത് പ്രോപ്പർട്ടി അല്ല? അതർ ദാൻ എച്ച് പി. അതർ ദാൻ എച്ച് പി അല്ലാത്ത മറ്റൊരു പ്രോപ്പർട്ടി നിങ്ങൾ നിങ്ങളുടെ സ്പൗസിന് വിത്തൗട്ട് അഡിക്വേറ്റ് കൺസിഡറേഷൻ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ആര് ടാക്സ് അടയ്ക്കും? അതിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തിന് ആര് ടാക്സ് അടയ്ക്കണം? നമ്മൾ ടാക്സ് അടയ്ക്കാം അല്ലെ? നമ്മളല്ലേ കൊടുത്തേ. എച്ച് പി ആണേലോ, എച്ച് പി ആണെങ്കിൽ എന്ത് വരും? ഡീംഡ് ഓണർഷിപ്പ് വരും. അതെന്തല്ല? ക്ലബിംഗ് അല്ല. ഓക്കെ, നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ, ഇൻകം ടു ബി ക്ലബ്ഡ് ചോദിച്ചാൽ ഡീംഡ് ഓണർഷിപ്പ് നിങ്ങൾ എഴുതി വെക്കരുത്. ഓക്കെ, എച്ച് പിയിൽ വരുന്ന ഏത് സെക്ഷനാണ്? സെക്ഷൻ 27 ഡീംഡ് ഓണർഷിപ്പ് ആണ് വരിക. ഇത് വരുന്നത് ക്ലബിംഗ് ആണ്. സോ എച്ച് പി അല്ലെങ്കിൽ എന്ത് വരുള്ളൂ? ക്ലബിംഗ് വരുള്ളൂ. ഓക്കെ, ഇനി മൈനർ മാരീഡ് ഡോട്ടറിന്റെ കേസ് പറഞ്ഞു. എന്താണ് അതിന് പ്രത്യേകത പറഞ്ഞിരുന്നത്? മൈനർ മാരീഡ് ഡോട്ടർ ആണെങ്കിൽ ഡീംഡ് ഓണർഷിപ്പ് വരില്ല. ഓക്കെ, മൈനർ മാരീഡ് ഡോട്ടറിന് നിങ്ങളൊരു പ്രോപ്പർട്ടി ഇൻഅഡിക്വേറ്റ് കൺസിഡറേഷൻ കൊടുത്താൽ എന്ത് വരില്ല? ഡീംഡ് ഓണർഷിപ്പ് വരില്ല. പകരം അവിടെ എന്ത് വരും? ക്ലബിംഗ് വരും. സോ ഡീംഡ് ഓണർഷിപ്പ് വന്നില്ലെങ്കിൽ എന്ത് ആപ്ലിക്കബിൾ ആവുള്ളൂ? ക്ലബിംഗ് ആപ്ലിക്കബിൾ ആവുള്ളൂ. ഇനി ഫോർ ആൻ എഗ്രിമെന്റ് ലീവ് അപ്പാർട്ട് ആണെങ്കിലോ ക്ലബിംഗ് വരില്ല. എന്താ എഗ്രിമെന്റ് ലീവ് അപ്പാർട്ട് പറഞ്ഞേ? ഡിവോഴ്സ് ആയ കേസ്. സോ ഡിവോഴ്സ് ആയ കേസിൽ ഹസ്ബൻഡ് വൈഫിന് ഒരു പ്രോപ്പർട്ടി കൊടുത്തു. ആരും ടാക്സ് അടയ്ക്കണ്ട? ഹസ്ബൻഡ് ടാക്സ് അടയ്ക്കണ്ട. ആരടച്ചോളും? വൈഫ് തന്നെ അടച്ചോളും. ഓക്കെ, ദെൻ ഇനി നോ ക്ലബിംഗ് ഓൺ അക്രീഷൻ. എന്താണ് അക്രീഷൻ? സെക്കൻഡ് ജനറേഷൻ ഇൻകം. സോ നമ്മളൊരു പ്രോപ്പർട്ടി കൊടുത്തു, അതിൽ നിന്ന് സ്പൗസ് ഇൻകം വേണ്ടി ചെയ്തു. ആർ ടാക്സ് അടയ്ക്കണം? നമ്മൾ ടാക്സ് അടയ്ക്കണം. ഓക്കെ, നമ്മളൊരു പ്രോപ്പർട്ടി സ്പൗസിന് കൊടുത്തു, സ്പൗസിന് അതിൽ നിന്ന് ഇൻകം കിട്ടി, നമ്മൾ ടാക്സ് അടയ്ക്കണം. ആ ഇൻകം ഉപയോഗിച്ച് സ്പൗസ് വേറെ ഇൻകം ജനറേറ്റ് ചെയ്തു, അതിനാണ് ടാക്സ് അടയ്ക്കണം? അതിന് സ്പൗസിന് ടാക്സ് അടയ്ക്കണം. അത് നമ്മൾ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, ഇനി ദെൻ ട്രാൻസ്ഫേർഡ് അസറ്റ് ഇൻവെസ്റ്റഡ് ഇൻ ബിസിനസ്. സോ നമ്മൾ നമ്മുടെ സ്പൗസിന്, ഇതെല്ലാം സ്പൗസിന്റെ സിനാരിയോസ് ആണ് പറയുന്നത്. ഈ ഹെഡിങ്ങിന് താഴെ കിടക്കുന്ന എല്ലാ സ്പൗസിനുള്ളതാണ്. സോ നമ്മൾ നമ്മുടെ സ്പൗസിന് ഒരു അസറ്റ് കൊടുത്തു. ആ സ്പൗസ് അത് എന്ത് ചെയ്തു? ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തു. സോ ആ ബിസിനസ്സിൽ നമ്മുടെ പോർഷനും ഇല്ല ക്യാപിറ്റൽ, സ്പൗസിന്റെ പോർഷൻ ഉണ്ടാവും, നമ്മുടെ പോർഷൻ ഉണ്ടാവും. നമ്മൾ എന്ത് ചെയ്യണം? ആ വർഷം കിട്ടിയ പ്രോഫിറ്റിനെ ക്യാപിറ്റലിന്റെ പ്രപ്പോർഷനിൽ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് വേണ്ട പോർഷൻ നമ്മുടെ ഇതിലൂടെ ക്ലബ് ചെയ്യണം. വേണ്ടേ? അവരവിടെ എന്ത് ശ്രദ്ധിക്കണം? ഫസ്റ്റ് ഡേ ഓഫ് പി വൈ എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. ഈവൻ സെക്കൻഡ് ഡേ ആണെങ്കിലും എന്ത് ചെയ്യണ്ട? ക്ലബ് ചെയ്യണ്ട. സെക്കൻഡ് ഡേ ആണെങ്കിൽ പോലും നമ്മൾ ക്ലബ് ചെയ്യണം. ഫസ്റ്റ് ഡേ ഓഫ് പി വൈയിൽ ആ ബുക്സിൽ ആ ബിസിനസിന്റെ ക്യാപിറ്റലിൽ നമ്മുടെ പോർഷൻ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? ക്ലബ് ചെയ്താൽ മതി. ഇല്ലേ, നമ്മൾ ഇന്നലെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തില്ലേ? അതെന്തോ ഒക്ടോബറിലും കണ്ടല്ലോ കിട്ടുന്നത്, 1/10 കണ്ടല്ലായിരുന്നു എമൗണ്ട് കൊടുത്തിരുന്നത്. സോ അത് ക്ലബ് ചെയ്യേണ്ടി വരുമോ? ആ വർഷം ക്ലബ് ചെയ്യണ്ട അല്ലേ? 1/10 കിട്ടിയിട്ടുള്ളൂ. എന്ന് വേണമായിരുന്നു? 1/4 വേണമായിരുന്നു. 1/10 കിട്ടിയാൽ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? ക്ലബ് ചെയ്യണ്ട. പക്ഷെ അടുത്ത വർഷം എന്ത് ചെയ്യേണ്ടി വരും? ക്ലബ് ചെയ്യേണ്ടി വരും. സോ അടുത്ത വർഷത്തെ ഫസ്റ്റ് ഓപ്പണിംഗ് ക്യാപിറ്റൽ ഇതും കൂടെ ഉണ്ടാവില്ലേ? ഉണ്ടാവും. സോ അന്നേരം അത് ക്ലബ് ചെയ്യണം. കറണ്ട് ഇയർ അത് ക്ലബ് ചെയ്യേണ്ടി വരില്ല. ഓക്കെ, ഇനി സോ ഇതേ പ്രൊവിഷൻ തന്നെയാണ് ആർക്കും ആപ്ലിക്കബിൾ ആവുക? സണ്ണിന്റെ വൈഫിന്. നമ്മൾ ഇത്ര നേരം പറഞ്ഞ നമ്മുടെ ഓൺ സ്പൗസിന് പറഞ്ഞു. ഇനി പറയുന്ന സണ്ണിന്റെ വൈഫ്. നമ്മൾ ഈ പറഞ്ഞ പ്രൊവിഷൻസ് എല്ലാം തന്നെ ആർക്കും ആപ്ലിക്കബിൾ ആവുക? സണ്ണിന്റെ വൈഫിനും ആപ്ലിക്കബിൾ ആവുക. ഇനി ഈ പോയിന്റ് ഇതില്ലാത്തല്ലേ, വെയർ അസറ്റ്സ് ആർ ട്രാൻസ്ഫേർഡ് വിത്തൗട്ട് കൺസിഡറേഷൻ ഫോർ ഇൻഅഡിക്വേറ്റ് കൺസിഡറേഷൻ. ഇവിടെ നമുക്ക് ആരുടെ കേസ് മാത്രമേ പറയുന്നുള്ളൂ? ടു സ്പൗസ് അല്ലെങ്കിൽ സണ്ണിന്റെ വൈഫല്ലേ പറയുന്നുള്ളൂ. ഓക്കെ, സ്പൗസിനോ സണ്ണിന്റെ വൈഫിനോ കൊടുത്താൽ എന്ത് വരും? ക്ലബിംഗ് വരും. നിങ്ങളൊരു അസറ്റ് ഇൻഅഡിക്വേറ്റ് കൺസിഡറേഷനോ വിത്തൗട്ട് കൺസിഡറേഷനോ നിങ്ങളുടെ സ്പൗസിനോ നിങ്ങളുടെ സണ്ണിന്റെ വൈഫിനോ കൊടുത്താൽ എന്ത് ആപ്ലിക്കബിൾ ആവും? ക്ലബിംഗ് പ്രൊവിഷൻ ആപ്ലിക്കബിൾ ആവും. വേറെ ആർക്കെങ്കിലും കൊടുത്താലോ എന്ത് വരും? ക്ലബിംഗ് വരും. അപ്പോൾ ക്ലബിംഗ് വരില്ല. പകരം കിട്ടുന്ന ആൾക്ക് എന്ത് ആപ്ലിക്കബിൾ ആവും? ഗിഫ്റ്റ് ആപ്ലിക്കബിൾ ആവും. ഈ സ്പൗസിന് കൊടുത്താൽ ഗിഫ്റ്റ് ആപ്ലിക്കബിൾ ആവുമോ? ഇല്ല. എന്തുകൊണ്ടാ? ഫ്രം റിലേറ്റീവ് ആണ് അല്ലേ? സണ്ണിന്റെ വൈഫിന് കൊടുത്താലോ ഫ്രം റിലേറ്റീവ് ആണ്, എക്സംപ്റ്റ് ആണ്. ഓക്കെ, നമ്മൾ തേർഡ് പാർട്ടിക്കാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ എന്ത് വരും? നമുക്ക് ക്ലബിംഗ് വരില്ല. പകരം കിട്ടുന്ന ആൾക്ക് ക്ലബിംഗ് ആപ്ലിക്കബിൾ. സോ കിട്ടുന്ന ആൾ അന്നേരം ടാക്സ് അടയ്ക്കേണ്ടി വരും. ഓക്കെ, അത് ക്ലിയർ ആയോ? ഇനി മൈനർ ചൈൽഡിന്റെ ഇൻകം.
മൈനസ് ചൈൽഡിന്റെ ഇൻകം, എല്ലാ ഇൻകവും ആരുടെ കൂടെ ക്ലബ് ചെയ്യണം? പാരന്റ്സിന്. ഏത് പാരന്റിന്റെ കൂടെ? ആർക്കാണോ ഹയർ ടോട്ടൽ ഇൻകം ശ്രദ്ധിച്ചോളാം. ക്ലബിംഗ് ആണെങ്കിൽ ആർക്കാണോ ഹയർ ടോട്ടൽ ഇൻകം ഉള്ള ആളുടെ കൂടെ ക്ലബ് ചെയ്യണം. ഇനി ഏതൊക്കെ ഇൻകം ക്ലബ് ചെയ്യണ്ട? മാനുവൽ വർക്കാണ് ക്ലബ് ചെയ്യേണ്ട, സ്കിൽ ആൻഡ് ടാലന്റ് ആണ് ക്ലബ് ചെയ്യേണ്ട, ഡിസേബിലിറ്റി ഉള്ള കേസാണെങ്കിൽ ക്ലബ് ചെയ്യേണ്ട. ഓക്കെ, ഇനി ക്ലബ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് കിട്ടും? 1500 രൂപ ഡിഡക്ഷൻ കിട്ടും. ഓരോ ചൈൽഡിന് 1500 കിട്ടും. ഏതിലേ കിട്ടുള്ളൂ? OTR മാത്രമേ കിട്ടുള്ളൂ. ഓക്കെ, സോ ക്ലബ് ചെയ്യുവാണെങ്കിൽ ആരെ ഇൻകത്തിനോട് ക്ലബ് ചെയ്യണം? ഹയർ ടോട്ടൽ ഇൻകം ഉള്ള ആളുകൾ. ഡീംഡ് ഓണർഷിപ്പ് വരുവാണെങ്കിലോ ആരെ ഇൻകത്തിനൂടെ പോകും? ആരാണോ ട്രാൻസ്ഫർ ചെയ്ത് അയാളുടെ ഇൻകത്തിലൂടെ പോകുള്ളൂ. ഓക്കെ, അത് മാറിപ്പോരുത്. ക്ലബിംഗ് ആണെങ്കിലാണ് ആർക്ക് പോവുക? ഹയർ ടോട്ടൽ ഇൻകത്തിലേക്ക് പോവുക. ഡീംഡ് ഓണർഷിപ്പ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ആർക്കാണോ ഹയർ ടോട്ടൽ ഇൻകം, ആരാണോ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്ത് അയാളുടെ ഇതിലേക്ക് പോകുന്നു. ക്ലിയർ ആയോ? സോ ഇത്രയാണ് നമ്മൾ ഇന്നലെ ഇവിടെ പഠിച്ചത്. ലാസ്റ്റ് ഒരു സാധനമാണ് ക്രോസ് ട്രാൻസ്ഫർ. എന്താണ് ക്രോസ് ട്രാൻസ്ഫർ? രണ്ടുപേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തു അല്ലേ? എങ്ങനെ? ഇന്നെ സർക്യൂഷ്യസ് മെത്തേഡ്. ഒരാൾ മറ്റൊരാളുടെ വൈഫിന് കൊടുത്തു, അയാൾ നമ്മുടെ വൈഫിന് തിരിച്ചു കൊടുത്തു. സോ ഒരു സർക്യൂഷ്യസ് മെത്തേഡായിട്ട് ട്രാൻസാക്ഷൻ നടക്കുവാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഏത് എമൗണ്ട് ക്ലബ് ചെയ്യേണ്ടി വരും? കോമൺ എമൗണ്ട് അല്ലെങ്കിൽ മാച്ചിങ് എമൗണ്ട്. ഇവിടെ 10ഉം 14ഉം കൊടുത്തു. ഏത് എമൗണ്ട് ടാക്സ് അടയ്ക്കണം? 10 ലക്ഷമാണ് മാച്ചിങ് എമൗണ്ട്. സോ 10 ലക്ഷം രണ്ടുപേരുടെ ഇൻകത്തിന്റെ കൂടെ ക്ലബ് ചെയ്യും. ഓക്കെ, നിങ്ങൾ ഈ സെന്റൻസ് ഇതേപോലെ കാണാൻ പഠിച്ചെടുക്കണം. ആകെ ഒരേ ഒരു കേസ് സ്റ്റഡിയേ ഉള്ളൂ. ഓക്കെ, CIT വേഴ്സസ് KCG എന്ന് പറഞ്ഞു. നിങ്ങൾ മെറ്റീരിയൽ വേറെ കേസ് സ്റ്റഡി ചിലപ്പോൾ കാണുമായിരിക്കും, പക്ഷേ നിങ്ങൾ ഇത് മാത്രം പഠിച്ചാൽ മതി. വേറെ ഒരു കേസ് സ്റ്റഡി നിങ്ങൾ പഠിക്കണ്ട. ഓക്കെ, ദെൻ ലാസ്റ്റ് ഒരു കാര്യം കൂടെ ഉണ്ടായിരുന്നു. ഏതാ? പ്രോപ്പർട്ടി ടു HUF. നിങ്ങളൊരു പ്രോപ്പർട്ടി HUFന്റെ പ്രോപ്പർട്ടിയാക്കി മാറ്റി. ആര് ടാക്സ് അടയ്ക്കണം? നമ്മൾ ടാക്സ് അടയ്ക്കണം. എന്ന് വരെ? പാർട്ടീഷൻ ചെയ്യുന്നോടം വരെ. ഓക്കെ, നമ്മുടെ പ്രോപ്പർട്ടി HUF പ്രോപ്പർട്ടി ആക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ ആര് ടാക്സ് അടയ്ക്കണം? നമ്മൾ ടാക്സ് അടയ്ക്കണം. ഇന്നൊരു അടച്ചാൽ മതി, പാർട്ടീഷൻ ചെയ്യുന്നോടം വരെ. പാർട്ടീഷൻ ചെയ്ത് കഴിഞ്ഞാലോ സ്പൗസിനാണ് പ്രോപ്പർട്ടി കിട്ടുന്നതെന്നുണ്ടെങ്കിൽ, നമ്മൾ കൊടുത്ത പ്രോപ്പർട്ടി തിരിച്ച് നമ്മുടെ സ്പൗസിനാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ക്ലബ് ചെയ്യണം. ഓക്കെ, നമുക്ക് കിട്ടിയാലോ ആര് ടാക്സ് അടയ്ക്കണം? നമ്മൾ തന്നെ ടാക്സ് അടയ്ക്കണം. പക്ഷെ അവിടെ ക്ലബിംഗ് ആണോ? അല്ല, അത് നമ്മുടെ ഓൺ ഇൻകം അല്ലേ? ആണ്. ഓക്കെ, മറ്റൊരാളുടെ ഇൻകം നമ്മുടെ ഇൻകത്തിനോട് ആഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ ക്ലബിംഗ് എന്ന് പറയുക. പ്രോപ്പർട്ടി പോയ പ്രോപ്പർട്ടി തിരിച്ച് നമുക്ക് തന്നെ വന്നാൽ അത് എന്തല്ല? ക്ലബിംഗ് അല്ല. പക്ഷെ ആര് തന്നെ ടാക്സ് അടയ്ക്കണം? നമ്മൾ തന്നെ ടാക്സ് അടയ്ക്കണം. സ്പൗസിന് കിട്ടിയാലോ അവിടെ നമ്മൾ തന്നെ ടാക്സ് അടയ്ക്കണം. പക്ഷെ എന്തായിട്ട് മാറും? ക്ലബിംഗ് ആയിട്ട് മാറും. ഓക്കെ, ക്ലിയർ ആയോ? സോ ഇത്രയാണ് നമ്മൾ ഇവിടെ പഠിച്ചത്. ക്ലബിംഗിലും പഠിച്ചത്.